ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നാളെ 30/6/2025, അതായത് 2025 ജൂൺ 30 നാളെ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്താൽ വലിയ സമ്പത്തും ഐശ്വര്യവും വരാഹി ദേവി തരും. വരാഹി ദേവിയെക്കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് നാൾ കൂടിയിട്ടാണ് വരാഹി ദേവിയെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം നാളത്തെ ദിവസം വരാഹി ദേവിക്ക് നിങ്ങളുടെ വീട്ടിൽ ലളിതമായ ഒരു കാര്യം ചെയ്താൽ മതി, വലിയ സമ്പത്തും ഐശ്വര്യവും അമ്മ തരും. മാത്രമല്ല കടബാധ്യതകൾ ഒക്കെ പമ്പ കടക്കാൻ അത് ഉപകരിക്കും. എന്ന് വെച്ചാൽ കടബാധ്യതകളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കടബാധ്യതകളിൽ നിന്നൊക്കെ മുക്തമാകാൻ അമ്മയുടെ അനുഗ്രഹം ഉപകരിക്കും. അതുപോലെ വലിയ ഐശ്വര്യങ്ങളും സമ്പത്തും നൽകാൻ വേണ്ടി അത് ഉപകരിക്കും. നാളെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമിയാണ്. ഈ പഞ്ചമി തിഥി വരുന്ന ദിവസം കുറേ പ്രത്യേകതകളുണ്ട്. അന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും. അപ്പം അതിലേറ്റവും പ്രധാനമാണ് വരാഹി ദേവിക്ക് ഞാനീ പറയുന്ന ഒരു വരി മന്ത്രം ഞാനീ പറയുന്ന രീതിയിൽ നാളെ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഉരുവിടുക, ഞാനീ പറയുന്ന രീതിയിൽ. അപ്പോൾ അമ്മയുടെ പൂർണ്ണ അനുഗ്രഹവും ഉണ്ടാകാൻ നിങ്ങൾക്ക് ഉപകരിക്കും. ഏത് തടസ്സങ്ങളെയും മാറ്റാൻ വരാഹി ദേവിക്ക് സാധിക്കും. വരാഹി വാരാഹി എല്ലാം ശരി തന്നെയാണ് കേട്ടോ, ഞാൻ ഒന്നുകൂടെ സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ അമ്മയുടെ അനുഗ്രഹം സപ്തമാതൃക്കളിൽ 5ാമത്തേതാണ് വരാഹി ദേവി. അമ്മ പഞ്ചമി, വാർത്താളി, പഞ്ചുരുളി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഒരുപാട് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അമ്മയുടെ അനുഗ്രഹം നേടാൻ നമുക്ക് വലിയ കഠിനമായ പ്രയത്നങ്ങളോ അല്ലെങ്കിൽ കഠിനമായ വ്രതനിഷ്ഠകളോ വലിയ പൂജയോ നിഷ്ഠയോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ മനസ്സിൽ ഭക്തിയോടുകൂടി സ്വന്തം അമ്മയെ വിളിക്കുന്ന പോലെ ഭക്തിയോടുകൂടി മനഃശുദ്ധിയോടുകൂടി അമ്മയുടെ താഴെ പറയുന്ന ഈ ഒരു ഞാനിപ്പം പറയാൻ പോകുന്നൊരു മന്ത്രം ഉരുവിട്ടാൽ മതി, ഞാൻ പറയുന്ന സമയത്ത് നാളെ. അപ്പോൾ അത് നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യവും കഷ്ടകാലവും മാറിക്കിട്ടുമെന്നുള്ളതാണ്. ദാരിദ്ര്യവും കഷ്ടകാലവും മാറിക്കിട്ടും. എന്നോട് പണ്ടൊരാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ പറയുന്ന പല പരിഹാരങ്ങളും എനിക്ക് ആ പറഞ്ഞ ആൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം നിങ്ങളത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പ്രാർത്ഥനയുണ്ട്, അയാൾക്ക് രക്ഷപ്പെടണം, അല്ലെങ്കിൽ കേൾക്കുന്നവർ രക്ഷപ്പെടണം. അതും കൂടി അതിൻ്റെ ഒരു കാരണമാണ് എന്നോട് ഒരു പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്. അത് പരമാർത്ഥം തന്നെയാണ്. ഞാൻ ആ പ്രാർത്ഥനയോടുകൂടി എന്തും പറഞ്ഞിരുന്നു. ഇത് കേൾക്കുന്നവരെ ചെയ്യുന്നവരെ ഒക്കെ രക്ഷപ്പെടണം എന്നൊരു പ്രാർത്ഥന എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപാട് ആളുകൾക്ക് ജീവിതം മാറുന്ന ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ സത്യസന്ധമല്ലാത്ത, എനിക്ക് ശരിയെന്ന് ബോധ്യം, എനിക്ക് ശരിയാണെന്ന് ബോധ്യം, ശരിയല്ലെന്ന് ബോധ്യമുള്ള ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അത് പാടില്ല എന്ന് തന്നെ പറയും. ചിലപ്പോൾ ചിലർക്ക് എന്നോട് ദേഷ്യം തോന്നിയെന്നിരിക്കാം. പക്ഷേ ആ വഴിയൊന്നും പോകാത്തവർ രക്ഷപ്പെടും, പോയവർ അതിൻ്റെ ഭാഗം അനുഭവിച്ചോളും. ഞാൻ ഒരു കാര്യം എനിക്ക് തോന്നുക ശരിയല്ലെന്ന് തോന്നിയാൽ ഞാൻ പറയും. എന്നോട് ചോദിച്ചാൽ അങ്ങ് ആ വഴി പോകരുത്, അത് തെറ്റാണ് എന്ന് പറയും. അത് എൻ്റെ ഒരു സത്യസന്ധതയാണ്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഒരു വിശ്വാസമാണ്. ഞാൻ ആ ശിവനെ വിശ്വസിക്കുന്ന സത്യസന്ധമായിട്ടാണ്. എനിക്ക് ശരിയെന്ന് ബോധ്യമുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് കൂടി ആയിരിക്കണം ഒരുപക്ഷെ ആളുകൾക്ക് പല രീതിയിലൊക്കെ പ്രയോജനപ്പെടുന്നത്. എന്തായാലും ഇപ്പം എൻ്റെ വീഡിയോ കണ്ട് വലിയ ജീവിതത്തിൽ ഒരുപാട് നടക്കാത്ത കാര്യങ്ങൾ ഇന്നും ഒരാൾ മെസ്സേജ് ചെയ്തു, പ്രൊമോഷൻ എല്ലാം ശരിയായി, ആഗ്രഹിച്ച രീതിയിൽ ആഗ്രഹിച്ച സ്ഥലത്തോട് പ്രൊമോഷൻ കിട്ടി. ഇപ്പോൾ വാട്സപ്പിൽ കിടപ്പുണ്ട്. അതൊരു ഉദ്യോഗസ്ഥനാണ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അത് എനിക്ക് വലിയ സന്തോഷം, പുള്ളിയെക്കാട്ടും സന്തോഷമാണ് എനിക്ക്. അങ്ങനെ കുറേ മെസ്സേജുകൾ ഇന്ന് വന്നിട്ടുണ്ട്, ഓരോരുത്തർക്കും ഓരോ കാര്യം നടന്നതായിട്ട്. എല്ലാവർക്കും ഞാൻ വളരെ സന്തോഷം, കാരണം ആ പ്രാർത്ഥനയോട് കൂടിയാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് അവർക്ക് ആ ഉയർച്ച ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷം. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാനും മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഹസ്തരേഖ ഇവയെല്ലാമാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഫ്രീ ആകുമ്പം മെസ്സേജിന് റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഇതുപോലുള്ള നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. അത് കേട്ടിട്ട് നിങ്ങൾക്ക് ആവർത്തിച്ച് സാധിക്കുന്ന പോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയും. അല്ലാതെ ചെയ്യാൻ ഞാൻ പറയത്തില്ല. ലളിതമായ കാര്യമേ പറയത്തുള്ളൂ. പക്ഷേ ചിലപ്പോൾ ക്ഷേത്രത്തിൽ ആവർത്തിച്ച് ചെയ്യേണ്ടി വരും, ഒരു മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ചെയ്യാവുന്നുള്ളവർ ചെയ്യുക.
അല്ലാത്തൊരു ചെയ്യേണ്ടതേ പറയത്തുള്ളൂ. പിന്നെ സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഹസ്തരേഖ വിശകലനം ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ഭാഗ്യസംഖ്യ പറഞ്ഞു തരും, ഞാൻ ഭാഗ്യനിറം പറഞ്ഞു തരും, ഞാൻ നിങ്ങൾ ഏത് ദേവതയെ ഏതൊക്കെ ദിവസം എങ്ങനെ വിളിക്കണം, ഏത് സമയം വിളിക്കണം, ഏത് ക്രമം വിളിക്കണം, ഏത് മന്ത്രം ജപിക്കണം ഞാൻ പറഞ്ഞു തരും. ഏത് ദിവസം ക്ഷേത്രത്തിൽ പോയി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ലളിതമായ കാര്യമേ പറയത്തുള്ളൂ. പക്ഷെ കൃത്യമായിട്ട് ക്ലിയർ കട്ടായിട്ട് ഞാൻ പറഞ്ഞു തരും. അതൊക്കെ ചിലപ്പോൾ അതൊക്കെ ആവർത്തിക്കേണ്ടി വരും. എല്ലാം നല്ല കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല, ഫോൺ വിളിച്ചാലും നോക്കാൻ പറ്റത്തില്ല. എൻ്റെ മുന്നേ എല്ലാവരും ഒരുപോലെ കേട്ടോ, എനിക്ക് എല്ലാവരും ഒരുപോലെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ട് വാട്സപ്പ് എഴുതാൻ ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരാം. എല്ലാവർക്കും എല്ലാവരും എൻ്റെ ഉള്ളിൽ ശിവൻ മാത്രമേ ഉള്ളൂ, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അതാണ് ശിവബോധം എന്ന് പറയുന്നത്. അപ്പം സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ, മനസ്സിലാക്കുക. എല്ലാവരെയും ശിവഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇനി ഞാൻ വീഡിയോയിലേക്ക് വരാം. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. നാളെ ഒരു ദിവസം ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. ജൂൺ 30-ാം തീയതി. ഇപ്പം ഞാൻ വീഡിയോ ഇടുന്ന ജൂൺ 29-ാം തീയതി വൈകിട്ടാണ് വീഡിയോ ഇടുന്നത്. ഇപ്പം ജൂൺ 30-ാം തീയതിയാണ് ചെയ്യേണ്ട കാര്യമായി പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്യുക. ഈ രാത്രി എത്ര പേര് വീഡിയോ കാണുമെന്ന് എനിക്കറിയത്തില്ല. ഇനി രാവിലെ ആ വീഡിയോ കാണുന്നവരാണെങ്കിലും സന്ധ്യാസമയത്ത് ചെയ്യാൻ ശ്രമിക്കുക. രാവിലെ ഇപ്പം വീഡിയോ കാണുന്നത്, അപ്പോൾ നിങ്ങൾക്ക് സന്ധ്യയ്ക്ക് ചെയ്താലും കുഴപ്പമില്ല. ഇന്ന് വൈകിട്ട് വീഡിയോ കാണുന്നവർ നാളെ രാവിലെ തന്നെ ചെയ്യുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പരമേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരികയാണ്. ശിവോഹം 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 എല്ലാം പറഞ്ഞുതരാം. ശിവശിവ ശിവശിവ ശിവശിവ. ഇന്ന് ഞാൻ ഒരു ചെയ്യിച്ചെടുത്തൊരു ഫോട്ടോയാണ് അഗസ്ത്യറുടെ. സാമാന്യം വലിപ്പമുള്ളൊരു ഫോട്ടോയാണ് ഇത്. ശിവൻ തന്നെയാണ് അഗസ്ത്യർ. നിങ്ങളോട് അത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ചിത്രമാണ്, അതുകൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ. ശിവശിവ ഓം അഗത്തീശായ നമഃ. എല്ലാവർക്കും ശിവഭഗവാന്റെയും മഹാഗുരു അഗസ്ത്യരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വരാഹി ദേവിയുടെ മന്ത്രമാണ് പറഞ്ഞു തരുന്നത്. നാളെ രാവിലെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമി ആണ് നാളെ. അപ്പോൾ നാളെ രാവിലെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പം ചെയ്യാം, ഫലം കിട്ടും, കുഴപ്പമൊന്നുമില്ല. എങ്കിലും സൂര്യോദയത്തിന് മുമ്പ് ഒരു 6:30-ക്ക് മുമ്പ് എപ്പം വേണേലും. ഇനിയിപ്പോൾ 6:30-ക്ക് മുമ്പെന്ന് പറഞ്ഞാൽ എല്ലാവരും വാട്സപ്പിൽ ചോദിക്കും, സാറേ 5:30-ക്ക് ചെയ്യാമോ, 4:30-ക്ക് ചെയ്യാം, 3:30-ക്ക് ചെയ്യാം. 6:30-ക്ക് മുമ്പെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന മുമ്പ് എപ്പം വേണേലും ചെയ്യാം. ഇനി 6:30 കഴിഞ്ഞ് ചെയ്താലും ഫലം ഉണ്ടാകും, അതിനൊന്നും കുഴപ്പമില്ല. അപ്പം 6:30-ക്ക് മുമ്പാണ് കുറച്ചുകൂടി നല്ലതാണെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു തട്ടം എടുക്കുക, തട്ടത്തിൽ ഒരു ചെറിയ മൺചട്ടി വെച്ച് അതിൽ നെയ്യ് ഒഴിച്ച് ഒരു തിരി ഇട്ടാൽ മതി. എന്നിട്ട് നിങ്ങൾ കിഴക്കോട്ടിരിക്കണം, തിരി പടിഞ്ഞാട്ട് വരും. നിങ്ങളുടെ മുന്നിൽ വെക്കുമ്പോൾ പടിഞ്ഞാട്ട് വരും. നിങ്ങൾ കിഴക്കോട്ടിരിക്കണം, ഒരു പുൽപ്പായിരിക്കുക, കുളിച്ചിട്ട് ചെയ്യണം. എന്നിട്ട് ഈ മന്ത്രം ആ മൺചട്ടിയുടെ നെയ്വിളക്കിൻ്റെ നാളത്തെ നോക്കി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക, നിങ്ങളുടെ സമയം സാഹചര്യം അനുസരിച്ച്. ഓം സമയേശ്വരി ഓം ശ്രീ വരാഹി അമ്മേ നമ. ഇത് അമ്മയെ ഹൃദയത്തിൽ ധ്യാനിച്ച ഭക്തിയോടെ വിശ്വാസത്തോടെ വേറൊരു ചിന്തയില്ലാതെ അത് ആത്മാർത്ഥമായിട്ട് ജപിക്കുക. ഹൃദയത്തിൽ അമ്മയെ ധ്യാനിക്കണം. ഇത് നിങ്ങൾക്ക് 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ ഇഷ്ടം പോലെ ചെയ്യാം. എത്ര മിനിറ്റ് ചെല്ലുന്നു എന്നുള്ളതല്ല, എത്രമാത്രം നിങ്ങൾ അമ്മയെ ലയിച്ചു ചെല്ലുന്നു എന്നുള്ളതിലാണ് ഫലം ലഭിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം മനസ്സുകൊണ്ട് അമ്മയോട് ലയിച്ച് ചെല്ലുന്നു എന്നതിൽ മാത്രമാണ് ഫലം ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം, എത്ര സമയം വേണേലും. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നമശിവായ എന്ന പഞ്ചാക്ഷരി ഒരു 3 തവണ ജപിക്കണം. ശിവഭഗവാനെ വണങ്ങണം, അമ്മ പാർവതി ദേവിയെ വണങ്ങണം. എന്നിട്ട് നിങ്ങൾ ഈ മന്ത്രം ജപിക്കണം. ഈ മന്ത്രം ജപിക്കുക. ജപിക്കുമ്പോൾ ജപിച്ചു കഴിഞ്ഞ് നിങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങളുടെ ദൃഷ്ടി ആ നെയ്വിളക്കിൻ്റെ നാളത്തിൽ, ദീപനാളത്തിലായിരിക്കണം. അതേ മാത്രം നോക്കിക്കൊണ്ട് ഒരു ചിന്തയില്ലാതെ ജപിക്കുക. അപ്പോൾ അതേ നോക്കി നമ്മൾ ജപിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ആജ്ഞയിലേക്കൊരു എഫക്റ്റ് ഉണ്ടാകും. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ആ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നത്, ആ ദൈവികത പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളതൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ആ ദീപനാളത്തെ മാത്രം, ഇതിപ്പം ദീപനാളമാണെന്ന് വിചാരിച്ചു, ആ ദീപനാളത്തെ ഒരു തട്ടത്തിനകത്ത് ചട്ടിയിൽ നെയ്വിളക്ക് കത്തിക്കുക. ഒരു തിരിയിട്ട് നെയ്വിളക്ക് മൺചട്ടിക്കകത്ത്, അത് പടിഞ്ഞാട്ട് ദർശനമാക്കി വെക്കുക. നിങ്ങൾ കിഴക്കോട്ടിരിക്കുക പുൽപ്പായിൽ. എന്നിട്ട് ആ നെയ്വിളക്കെ നോക്കി മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നെയ്വിളക്കയിലായിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ജപിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഒന്നും ആവശ്യപ്പെടേണ്ട.
നിങ്ങൾ അത് കഴിഞ്ഞ് നിങ്ങളുടെ കണ്ണടച്ചത് ഉച്ചയിൽ മധ്യത്തിലായിട്ട് വെറുതെ ധ്യാനിച്ച് അല്പനേരം 1 മിനിറ്റോ 1/2 മിനിറ്റോ ഇരിക്കുക. മതി. നിങ്ങളുടെ ഉള്ളിലെ എന്ത് കാര്യങ്ങളും ഈ സഹസ്രാരത്തിലെ ഉച്ചയുടെ മധ്യം ഈ സഹസ്രാരത്തിലൂടെ പ്രപഞ്ചത്തിലേക്ക് ആ പ്രാർത്ഥന പൊക്കോളും. ഇതൊരു രഹസ്യവിദ്യയാണ്. ഇത് നിങ്ങൾ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമി ദിവസം മാത്രം എല്ലാ ദിവസവും ചെയ്യുക, എല്ലാ മാസവും ചെയ്യുക. എല്ലാ ദിവസവും ചെയ്യേണ്ട. മാസത്തിൽ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമിക്ക് രാവിലെ മാസത്തിൽ 1 വീതം ചെയ്യുക. പിന്നെ വേണമെങ്കിൽ വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമിക്കും ചെയ്യാം, അത് നല്ലത് തന്നെയാണ്. പക്ഷേ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമി ചെയ്യുന്നത് കൂടുതൽ നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ മാസത്തിൽ 1 വീതം ആവർത്തിക്കുക. ഇനിയും ഇത് ഒന്നാമത്തെ കാര്യം. ഇനി കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഈ പഞ്ചമി, ഇപ്പം ഞാൻ നാളത്തെ കാര്യമാണ് പറയുന്നത്, ജൂൺ 30, 2025 കാര്യമാണ്. പക്ഷേ ഈ എല്ലാ മാസവും കറുത്തവാവ് കഴിഞ്ഞ് പഞ്ചമി വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാ മാസവും ചെയ്യാം, മാസത്തിൽ 1 വീതം കേട്ടോ. ഇനിയും പഞ്ചമിയുടെ മറ്റു ചില രഹസ്യങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് പറ്റുന്നവർ ഇത് ചെയ്യുക. ഇനിയും ഇത് അല്ലാത്തവർ, നിങ്ങൾ നാഗക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ നാഗക്ഷേത്രത്തിൽ പോയി നാഗരാജാവിന് ഒരു അല്പം നെയ്യോ അല്ലെങ്കിൽ നെയ്വിളക്കോ തെളിയിച്ച് സാമ്പത്തികം ആവശ്യപ്പെടുക. പായസ നിവേദ്യം പറ്റുമെങ്കിൽ ചെയ്യുക. വലിയ മാറ്റങ്ങളുണ്ടാകും ജീവിതത്തിൽ, അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. ഈ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമി നാഗങ്ങൾക്ക് വഴിപാട് ചെയ്താൽ പെട്ടെന്ന് പ്രസാദിക്കും. നാഗരാജാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, നാഗക്ഷേത്രത്തിൽ വെച്ച്. മനസ്സിലായല്ലോ? വീട്ടിൽ ഇരുന്നല്ല, നാഗക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞു. അത് പറ്റുന്നവർ അത് ചെയ്യുക നാളത്തെ ദിവസം. ഇനിയിപ്പം ഈ വീഡിയോ നിങ്ങൾ നാളെ രാവിലെ കാണുന്നെങ്കിൽ ഈ ഒരു രാവിലെ 7നും 8നും ഇടയ്ക്ക് ഈ പഞ്ചമി വരാഹി ദേവിയുടെ ഈ വിദ്യ വീട്ടിൽ ചെയ്യുക. പിന്നെ നാളെ രാവിലെയാണ് നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പം വൈകിട്ട് പോയി നാഗക്ഷേത്രത്തിൽ അടുത്തുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാത്തവർ അത് ചെയ്യേണ്ട. അങ്ങനെയുള്ളവർക്കൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ പഞ്ചമി തിഥി ദേവിക്കും പ്രധാനം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലെ ദേവീക്ഷേത്രത്തിൽ പോയി രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് കടുംപായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഒക്കെ അഷ്ടോത്തരാർച്ചന അമ്മയ്ക്ക് ചെയ്ത് പ്രാർത്ഥിക്കാം. അതും വലിയ ഐശ്വര്യങ്ങളും സമ്പത്തും നൽകുന്നതാണ്. ഈ 3-ൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വരാഹി ദേവിയുടെ ചെയ്യാൻ പറ്റുമല്ലോ, വീട്ടിലെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മറ്റു 2 കാര്യങ്ങൾ പറ്റുന്നവർ ചെയ്യുക. ഈ 3 കാര്യങ്ങൾക്കും ഈ പഞ്ചമി തിഥി പ്രയോജനപ്പെടുത്താം. സർപ്പപ്രീതിക്കും ദേവീപ്രീതിക്കും, അതുപോലെ തന്നെ ദേവീപ്രീതി ഉദ്ദേശിച്ചത് ഭദ്രകാളി പ്രീതി അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ദേവീപ്രീതി, ദേവീക്ഷേത്രത്തിലെ അമ്മയുടെ അനുഗ്രഹത്തിനും, പിന്നെ സപ്തമാതൃക്കളിൽ 5ാമത്തേതായ സാക്ഷാൽ വരാഹി ദേവിയുടെ അനുഗ്രഹത്തിനും ഈ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമി തിഥി പ്രയോജനപ്പെടുത്താമെന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. അപ്പം ഈ വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം മാറും, കഷ്ടപ്പാടും ദുരിതം മാറും, സമ്പത്ത് വരും, കടബാധ്യതകൾ മാറും, തടസ്സങ്ങൾ മാറും എന്നുള്ളതാണ് അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പോൾ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനം നിങ്ങൾ ചെയ്യുന്ന കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അതിനോട് നീതി പുലർത്തുക, സത്യസന്ധമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ അത് വളരെയധികം മാറ്റം വരുത്താനും ഒക്കെ അത് ഉപകരിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും വിജയം നൽകുന്ന ഒരു അത്ഭുതകരമായ വിദ്യ ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ പറഞ്ഞുകൊടുത്ത് ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ വിജയം ഉണ്ടായിട്ടുണ്ട്. അവർ ഓഫീസിലായിക്കോട്ടെ, തൊഴിലിലായിക്കോട്ടെ, കുടുംബകാര്യങ്ങളിലായിക്കോട്ടെ, പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായിക്കോട്ടെ, ഇൻ്റർവ്യൂവിന് പോകുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ, തൊഴിൽ ചെയ്യുന്നവരായിക്കോട്ടെ, ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ, അവർക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ടായ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞ്, ഇത് ഒരുപാട് ഫലം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് നിങ്ങൾ ഒന്നുകൂടെ കാലും കൈയും മുഖവും കഴുകണം. എന്നിട്ട് വസ്ത്രം എടുത്തുകൊണ്ട് തന്നെ വടക്കോട് തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് നിങ്ങളുടെ 2 ഉള്ളം കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അല്പം അകത്തി പിടിച്ച് ഈ ഒരു മന്ത്രം ജപിക്കണം. ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം എന്ന് വെച്ചാൽ, ചരണം എന്ന് വെച്ചാൽ പാദം, ഗുരുവിൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഗുരുചരണം ശരണം 3 തവണ ജപിക്കുക, വാ കൊണ്ട് തന്നെ ജപിക്കുക. നിങ്ങൾ ഒരു ഗുരുവിനെയും സങ്കല്പിക്കേണ്ട,
സാക്ഷാൽ ഈശ്വരനെ ഗുരുവായി സങ്കല്പിക്കുക. എന്നിട്ട് മഹാഗുരുവേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ, എന്നെ നയിക്കണമേ, എനിക്ക് സമ്പത്തും ഐശ്വര്യവും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും നൽകണേ. ഈ എന്തൊക്കെ ഉണ്ടെങ്കിലും ആയുസ്സില്ലേ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങളെപ്പം പ്രാർത്ഥിച്ചാലും ആര് പ്രാർത്ഥിച്ചാലും ആയുരാരോഗ്യം കൂടെ പ്രാർത്ഥിക്കണം. ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി. ഞാൻ പല ജാതകങ്ങളും പരിശോധിക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ തോന്നാറുണ്ട്. പക്ഷെ ഞാൻ അവർക്ക് അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യും? അവർക്ക് ഞാൻ അതിനുള്ള വഴിപാടുകൾ പറഞ്ഞു കൊടുക്കും. ആ പ്രാർത്ഥനയിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അവർക്ക് വേണ്ടതെല്ലാം ഉൾക്കൊള്ളിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ഒരു പരിധി വരെ അവർ സേഫായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോൾ പ്രാർത്ഥിച്ചാലും ആയുസ്സും ആരോഗ്യവും കൂടെ ഈശ്വരനോടും പ്രാർത്ഥിക്കണം, ഗുരുവിനോട് പ്രാർത്ഥിക്കണം, നിങ്ങളുടെ കുടുംബദേവതയോട് പ്രാർത്ഥിക്കണം, സാക്ഷാൽ പരമേശ്വരനോടും പ്രാർത്ഥിക്കണം. അതെപ്പോഴും ഓർത്തുകൊള്ളുക കേട്ടോ. നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആയുസ്സും ആരോഗ്യമില്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അനുഭവിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തൊക്കെ വൈഭവങ്ങൾ ഉണ്ടായാലും ഒക്കെ വല്ല കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഗുരുവിനെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ മഹാഗുരുവേ, ഈശ്വരനായിട്ട് സങ്കല്പിച്ചാൽ മതി. എനിക്ക് സമ്പത്തും ഐശ്വര്യവും നൽകണേ, എന്നെ നയിക്കണേ, എല്ലാവരും എനിക്ക് വശമായിരിക്കണേ, അവിടുത്തെ സഹായം എനിക്കുണ്ടാകണേ, എനിക്ക് ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകണേ ഗുരുവേ, എല്ലാത്തിനും നന്ദി 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 എന്ന് പറയുക. അതിനുശേഷം ദുർഗേ ദുർഗേ രക്ഷണേ സ്വാഹ. ഓം ചേർക്കണ്ട. ഓം ദുർഗേ ദുർഗേ രക്ഷണേ സ്വാഹ എന്നാണ് മന്ത്രം. പക്ഷേ ഞാനീ പറഞ്ഞ രീതി ചെയ്യുമ്പോൾ നിങ്ങൾ ഓം ചേർക്കേണ്ട ആവശ്യമില്ല. ദുർഗേ ദുർഗേ രക്ഷണേ സ്വാഹ ഇതൊരു 3 തവണ ജപിച്ച് ദുർഗയോടും പ്രാർത്ഥിക്കുക. സർവ്വകാര്യങ്ങളിലും വിജയം ഉണ്ടാകണം, സർവ്വകാര്യങ്ങളും എനിക്ക് വശമായി നിൽക്കണം, എല്ലാവരും എനിക്ക് വശമായി നിൽക്കണം, എനിക്ക് സമ്പത്ത് നൽകണം, ഐശ്വര്യം നൽകണം, ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകണം, എല്ലായിടത്തും വിജയം ഉണ്ടാകാൻ എനിക്ക് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുക. ഈ ദുർഗയുടെ അനുഗ്രഹം ഉണ്ടായാൽ എല്ലായിടത്തും വിജയം ഉണ്ടാകും. ദുർഗ എന്ന് പറഞ്ഞാൽ ആദ്യ സങ്കല്പമാണ്. ആദ്യമുണ്ടായിരുന്ന കാലത്തെ സങ്കല്പം തന്നെയാണ് ദുർഗ. അപ്പോൾ ഒരുപാട് പ്രാചീനമാണ് ദുർഗാ സങ്കല്പം. പണ്ട് കാലങ്ങളിൽ യുദ്ധങ്ങളിൽ വിജയിക്കാനും ഒക്കെ ഇത് പണ്ടുള്ളവർക്ക് അറിയായിരുന്നു ദുർഗയുടെ ശക്തി. അവരൊക്കെ ദുർഗയുടെ മന്ത്രം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളവരാണ്. അതറിയാവുന്നവർക്കറിയാം. ഞാൻ പലർക്കും ദുർഗയുടെ ഈ മന്ത്രം പറഞ്ഞു കൊടുത്ത് പല കാര്യങ്ങളിലും പലരും വിജയിച്ച അനുഭവങ്ങൾ ധാരാളമുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം ആ കാര്യം. അതുകൊണ്ടാണ് അതിൻ്റെ അനുഭവം എനിക്കറിയാം. ഇത് അറിയാവുന്ന പലരും ഉണ്ട്. ഈ ദുർഗാ മന്ത്രത്തിന് ഭയങ്കര ശക്തിയാണ് എല്ലായിടത്തും വിജയിക്കാൻ. അപ്പം ദുർഗ എന്ന് പറഞ്ഞാൽ ആ പാർവതി ദേവി തന്നെയാണ്. പക്ഷേ എങ്കിലും ഓരോ ഭാവത്തിനും അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. നമ്മളെ കോട്ട പോലെ സംരക്ഷിക്കും ദുർഗയുടെ അനുഗ്രഹം. അതാണ് ഭയങ്കരം. പിന്നെ ഞാനൊരു രഹസ്യം പറഞ്ഞുതരാം. അതായത് ഏത് ഫീൽഡിൽ ഏത് തൊഴിൽ വിജയിക്കാനും ദുർഗയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറ്റും. ഇനി മെഡിസിൻ, ഫാർമസി, ആയുർവേദം, ഏത് തരത്തിലും മെഡിസിൻ ഫീൽഡ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും ഈ ദുർഗാപ്രീതി ഉണ്ടെങ്കിൽ അവർക്ക് വലിയ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകും. അവർക്ക് ഒരിക്കലും തകർച്ച ഉണ്ടാകത്തില്ല. ഇനി ഈ മെഡിസിൻ ഫീൽഡ് അല്ലാതെ തന്നെ ഏത് ഫീൽഡുമായിക്കോട്ടെ, ഏത് തൊഴിലുമായിക്കോട്ടെ, ദുർഗാപ്രീതി ഉണ്ടെങ്കിൽ വലിയ ഐശ്വര്യങ്ങളുണ്ടാകും, വലിയ സമ്പത്തുണ്ടാകും, എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും. അപ്പോൾ ഇത് നിങ്ങൾ കുളി കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് വസ്ത്രമെടുത്ത് കുളിമുറി നിന്ന് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഞാനീ പറഞ്ഞ രീതിയിൽ ചെയ്യണം. ഇങ്ങനെ കൈപിടിച്ച് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ഫലമുണ്ടാകുക. അപ്പോൾ ഇനി കുളിമുറി സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഏറ്റവും നല്ലതാണ്. നമുക്കത് കൂടെ നല്ലതാണ്. ഈ കുളിമുറി കൂടുതൽ ടോയ്ലറ്റ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തവർക്കും ഫലമുണ്ടായിട്ടുണ്ട്. എനിക്കും അനുഭവമുണ്ട്. അങ്ങനെ ഉള്ളിടത്ത് ചെയ്ത് എനിക്ക് അനുഭവം കിട്ടിയിട്ടുണ്ട്. പിന്നെ പലർക്കും അനുഭവം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ ഇനി അതൊരു മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യണ്ട. നിങ്ങൾ കുളിമുറി സെപ്പറേറ്റ് ആക്കുക. അല്ലെങ്കിൽ കുളിമുറിയും തന്നെയായിട്ടുള്ളിടത്ത് ചെയ്തവർക്കും ഫലം കിട്ടിയിട്ടുണ്ട്. കുളിമുറി ടോയ്ലറ്റ് ഉള്ളവർക്കും ചെയ്തവർക്കും ഫലം കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു കാര്യത്തിന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു അനുഭവം ഉണ്ടായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് പലർക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചിലർക്കൊരു മനസ്സിലൊരു കാണും, അയ്യോ ടോയ്ലറ്റുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുളിമുറിയായിട്ട് പ്രത്യേകം കെട്ടിത്തിരിക്കുക. അങ്ങനെ സംശയമുള്ളവർ, സംശയമില്ലാത്തൊരു ധൈര്യമായിട്ട് ചെയ്തു. ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത പലർക്കും ഫലം കിട്ടിയിട്ടുമുണ്ട്, പല കാര്യങ്ങളും സാധിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം നമ്മുടെ മനസ്സിലാണ് പ്രാധാന്യം. നമ്മുടെ മനസ്സിലൊരു കാര്യം എത്ര വിശ്വാസത്തോടെ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. മനസ്സിനാണ് പ്രാധാന്യം. പറഞ്ഞ മനസ്സിലായോ? ഈ യോഗീശ്വരന്മാരും അല്ലെങ്കിൽ അവരൊക്കെ എവിടെയൊക്കെ ഇരുന്ന ഓരോ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത്, അവരെവിടെ ഇരുന്ന് ഇപ്പോൾ അവധൂതന്മാരെ കണ്ടിട്ടില്ലേ? വട്ടിസ്വാമിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ?
വട്ടിസ്വാമി. ഞാൻ വട്ടിസ്വാമിയെക്കുറിച്ച് ഇന്ന് പറയണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഇന്ന് ഈ പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ചിലർ പറയും കുളിമുറി മാത്രം അല്ല, ടോയ്ലറ്റും കുളിമുറിയും കൂടെ ഇതിൻ്റെ അകത്ത് നിന്ന് ചെയ്താൽ പ്രാർത്ഥന ഫലം കിട്ടുമോ എന്ന് ചിലർ പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വട്ടിസ്വാമിയെക്കുറിച്ച് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, അങ്ങനെ ചെയ്താലും ഫലം കിട്ടും. നിങ്ങളുടെ മനസ്സ് ശങ്കയില്ലാതിരിക്കണമെന്നേ ഉള്ളൂ. ഫലം കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്, വേറെ ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇനി അതല്ല, നിങ്ങളുടെ മനസ്സിൽ ശങ്കയുണ്ടെങ്കിൽ കുളിമുറി സെപ്പറേറ്റ് ആക്കുക, ഇത് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു നിങ്ങൾ മനസ്സിൽ എങ്ങനെ കാണുന്നു അനുസരിച്ചായിരിക്കും അതിൻ്റെ ഫലം വരുന്നത്. വട്ടിസ്വാമിയെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് വട്ടിസ്വാമിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എങ്കിൽ ഇപ്പം പറയേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് പറയാം. വട്ടിസ്വാമി തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും. അദ്ദേഹം ഒരു അവധൂതന, ഒരു സിദ്ധനാണ്, ശിവൻ തന്നെയായിരുന്നു. സമാധിയായി. തിരുവനന്തപുരംകാർക്ക് പലർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വട്ടിസ്വാമി അദ്ദേഹം ഈ വട്ടി എന്ന് വെച്ചാൽ കൊട്ടയ്ക്കകത്ത് മാലിന്യങ്ങൾ, അതായത് അറപ്പും വെറുപ്പും തോന്നുന്ന മാലിന്യങ്ങൾ കൊട്ടയ്ക്കകത്ത് ചുമ്മിക്കൊണ്ട് നടക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പരിപാടി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുമ്പം ഭയങ്കര സുഗന്ധമാണ്. ഇദ്ദേഹം അവധൂതനാണ്, ശിവൻ തന്നെയാണ്, അവധൂതനാണ്. അവധൂതൻ എന്ന് പറഞ്ഞാൽ കുണ്ടലിനി ശക്തി ഉണർന്ന് അതിൽ ലയിച്ചിരിക്കുന്ന സാക്ഷാൽ സിദ്ധന്മാർ. അല്ലാതെ കുണ്ടലിനിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരല്ല. ഈ അവധൂതന്മാരൊന്നും മിണ്ടത്തില്ല, അവരാ ശക്തി അനുഭവിക്കുന്നവർ. അവർക്ക് പല അത്ഭുത ശക്തികളും ശക്തിവിശേഷങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ശിവപ്രഭാകര ശുദ്ധിയോഗി, പൂന്തുറ തക്കലസ്വാമി, പൂന്തുറസ്വാമി, അതുപോലെ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ, ഇവരെല്ലാം തിരുവനന്തപുരമാണ് ഈ അവധൂതന്മാരെല്ലാം. വട്ടിസ്വാമിയെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പം വട്ടിസ്വാമിയെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യമാണ് പറയുന്നത്. വട്ടിസ്വാമിയുടെ അടുത്തൊരു ഭക്തൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകൾക്ക് കല്യാണത്തിന് കുറച്ച് ഈ സ്വർണം മേടിക്കാൻ വേണ്ടി വിചാരിച്ചു, പക്ഷെ അത് നടന്നില്ല. സ്വർണം മേടിക്കാൻ വേണ്ടി ആ ഭക്തന് സാധിച്ചില്ല. വട്ടിസ്വാമിയുടെ ഒരു ഭക്തനാണ്. അപ്പോഴത്തേനും വട്ടിസ്വാമിയുടെ മുന്നിൽ നിന്ന് അതിൽ പറഞ്ഞപ്പോൾ വട്ടിസ്വാമി സംസാരിക്കത്തില്ല. അദ്ദേഹം ആ കുട്ട കാണിച്ചിട്ട് പറഞ്ഞു അതിൻ്റെ അകത്തൊരു പാറക്കല്ല് എടുത്ത് വെക്കാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ആ ഒരു പാറക്കല്ല് വെച്ചിട്ട് കൊട്ട കമത്തി വെച്ചു. എന്നിട്ട് അദ്ദേഹം ആ കൊട്ട പൊക്കാൻ പറഞ്ഞു. അപ്പോൾ ഭക്തൻ ആ കൊട്ട പൊക്കിയപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായ സ്വർണം അതിൽ നിന്ന് കിട്ടിയെന്നാണ് ഒരു ഐതിഹ്യമാണ്, പറയപ്പെടുന്ന ഒരു കഥയാണ്, ഞാൻ കേട്ടിട്ടുള്ള കഥയാണ്. അപ്പം അങ്ങനെ എന്നിട്ട് ഇങ്ങനെ അദ്ദേഹം കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, സംസാരിക്കത്തില്ല. അപ്പം ഈ വട്ടിസ്വാമി കൊട്ടയ്ക്കകത്ത് മാലിന്യം കൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ പുള്ളിയുടെ അടുത്ത് ചെല്ലുമ്പോൾ സുഗന്ധമാണ്. അപ്പോൾ ഈ മാലിന്യം അല്ലെങ്കിൽ നിങ്ങൾ അശുദ്ധി എന്നൊക്കെ വിചാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സ് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ എവിടെ നിന്ന് എന്ത് ചെയ്താലും ഫലിക്കും കേട്ടോ. അത് പറയാൻ വേണ്ടി ഞാൻ മഹാസിദ്ധനായ അവധൂതനായ വട്ടിസ്വാമിയെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം സമാധിയായി. അദ്ദേഹത്തെ ഞാൻ മനസ്സുകൊണ്ടൊന്ന് സ്മരിക്കുന്നു. അദ്ദേഹം ശിവൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ മനസ്സിൻ്റെ ശുദ്ധി അശുദ്ധി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ മനസ്സിൻ്റെ ഒരു ഭാഗമാണ്, ഈ ശുദ്ധി അശുദ്ധിയൊക്കെ. നമ്മളുടെ പല പ്രാർത്ഥനകളും ഫലം കിട്ടാത്തതിൻ്റെ കാര്യവും ശുദ്ധി അശുദ്ധിയും ചിന്തയുള്ളതുകൊണ്ടാണ്. ഇപ്പം മഹർഷിമാരായിക്കോട്ടെ, അല്ലെങ്കിൽ അവരൊക്കെ വസ്ത്രധാരണങ്ങൾ പോലും ശരിയായിട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കുംഭമേളയ്ക്ക് ചെല്ലുമ്പോൾ സന്യാസിമാരെ കാണാൻ വയ്യ. അവരൊക്കെ വസ്ത്രം ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. വസ്ത്രം ധരിക്കാത്തവരാണ് നാഗാ സന്യാസിമാർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അവരൊക്കെ ആത്മീയതയുടെ ഔന്നത്യത്തിൽ നിൽക്കുന്ന സന്യാസിമാരാണ് പലരും. നല്ല ആളുകളുണ്ട്, അല്ലാത്തവരും കാണും. പക്ഷെ അങ്ങനെ ഔന്നത്യത്തിൽ ആത്മീയതയുടെ നിൽക്കുന്ന ഒരുപാട് സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട്. അവർ പല അത്ഭുതങ്ങളും കാണിക്കാറുണ്ട്. അപ്പം അവരൊന്നും ശുദ്ധി അശുദ്ധിക്ക് അപ്പുറത്താണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾക്ക് പല പ്രാർത്ഥനകളും ഫലം കിട്ടാത്തതിൻ്റെ കാര്യം തെറ്റ് ശരി ശുദ്ധി അശുദ്ധി ഈ ചിന്തകൾക്കിടയിൽ കിടന്ന് കറങ്ങുന്നതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും പൂർണ്ണത കിട്ടാത്തതും നമുക്ക് പല പ്രാർത്ഥനകളും ഫലം കിട്ടാത്തതിൻ്റെ കാര്യം. ഞാൻ ഇന്നത് ചെയ്ത് ശരിയായോ, ചെയ്ത് ശരിയായോ, അയ്യോ എനിക്ക് ശുദ്ധി അശുദ്ധി ഈ ചിന്തകളാണ് എല്ലാത്തിലും. ശരിക്കും പറഞ്ഞാൽ ആത്മാവിന് ഇതൊന്നുമില്ല. അത് തന്നെയാണ് ശിവന് ശുദ്ധി അശുദ്ധിയില്ല. ആ ഒരു ബോധം വരുമ്പോഴാണ് ശിവബോധം ഉണ്ടാകുന്നത്. കുംഭമേളയ്ക്കൊക്കെ നമ്മുടെ ആത്മീയമായ ആചാര്യന്മാർ സന്യാസിമാർ നമ്മളിപ്പം കാണുന്നവർ വിചാരിക്കും ഇവർ വസ്ത്രം ധരിക്കാത്ത സന്യാസിമാരുണ്ട്. അങ്ങനെയുള്ള ഒരു അവധൂതനായ ത്രൈലിംഗ സ്വാമി എന്ന് പറഞ്ഞൊരു സ്വാമി ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. ത്രൈലിംഗ സ്വാമി. അദ്ദേഹം വസ്ത്രം ധരിക്കത്തില്ലായിരുന്നു.
അദ്ദേഹം മഹാ അവധൂതനായിരുന്നു. അദ്ദേഹം ഗുരുവിൽ നിന്ന് വിദ്യ സ്വീകരിച്ചിട്ട് 20 വർഷം സാധന ചെയ്തു. ഹിമാലയത്തിൽ കാശിയിലിരുന്ന് സാധന ചെയ്തു. അദ്ദേഹത്തിന് ഒരുപാട് അത്ഭുത ശക്തികളുണ്ടായിരുന്നു. വെള്ളത്തിന് മീതെ നടക്കും, വെള്ളത്തിനടിയിൽ അദ്ദേഹം സമാധിയാകും എന്നൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നത്. നമുക്കറിയത്തില്ല, ഇതൊക്കെ ഐതിഹ്യങ്ങളാണ്. ഇത് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഒരുപാട് വർഷങ്ങൾ ജീവിച്ചിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ ആ കേൾക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഗുരുവിൽ നിന്ന് അറിയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നമുക്കതേക്കുറിച്ച് അതിൽ കൂടുതൽ അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കും ഉണ്ട്. അപ്പം ഈ സ്വാമി ഒരു പ്രാവശ്യം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ സ്വാമിയെ ജയിലിലിട്ടു, പിടിച്ച്. ഇദ്ദേഹം നഗ്നനായിട്ട് നടക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം അവധൂതനായിരുന്നു. അപ്പോൾ ജയിലിലിട്ട് പൂട്ടിക്കഴിഞ്ഞ് നിങ്ങൾ ത്രൈലിംഗ സ്വാമിന്ന് ഗൂഗിളിലല്ലേ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. ത്രൈലിംഗ സ്വാമിയുടെ ആ ഒരു ചരിത്രം മലയാളത്തിലും ഉണ്ട് യൂട്യൂബ് വീഡിയോകളൊക്കെ. ഈ ത്രൈലിംഗ സ്വാമിയെ ബ്രിട്ടീഷുകാർ ആ ജയിലിലിട്ട് പൂട്ടി. എന്നിട്ട് അവർ വെളിയിൽ വന്നു കഴിഞ്ഞപ്പം ആ വെളിയിലിരുന്ന് പുള്ളി ധ്യാനിക്കുന്നു. അപ്പോൾ അവർ വിചാരിച്ചു ഈ പൂട്ടിയതിൻ്റെ കുഴപ്പമായിരിക്കും, വീണ്ടും അദ്ദേഹത്തെ ജയിലിലിട്ട് പൂട്ടിക്കഴിഞ്ഞു. പിന്നെ അദ്ദേഹം വെളിയിൽ ഇരിക്കുന്നു. ലാസ്റ്റ് അവർക്ക് മനസ്സിലായി ഇദ്ദേഹം എന്തോ ശക്തിയുള്ളൊരു മനുഷ്യനാണെന്ന് പറഞ്ഞ് വെറുതെ വിട്ടു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവരൊക്കെ മഹാസിദ്ധന്മാരായിരുന്നു. എന്ന് വെച്ച് എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. നല്ല സിദ്ധിയുള്ളവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. അപ്പം വസ്ത്രം പോലും ഉപേക്ഷിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നിനോടും അവർക്ക് ആഗ്രഹമില്ല എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമുക്കൊക്കെ ആണെങ്കിൽ എല്ലാത്തിനോടും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിലൊക്കെ കിടന്ന് കറങ്ങുന്നത്. നമ്മുടെ മനസ്സ് അതിലല്ല. പക്ഷെ ഇവർക്കൊന്നിനോടും ആഗ്രഹമില്ല. അങ്ങനെ ആത്മീയതയുടെ ഔന്നത്യത്തിൽ ഇരിക്കുന്ന മഹാസിദ്ധന്മാരുണ്ട്. അവർ ഈശ്വരന്മാർ തന്നെയാണ്. പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പം നമുക്ക് സമൂഹത്തിൽ ജീവിക്കുമ്പം അത്തരം കാര്യങ്ങൾ നമുക്ക് പറ്റത്തില്ല. പക്ഷേ എങ്കിലും ഹിമാലയത്തിലൊക്കെ ഇരിക്കുന്ന സന്യാസിമാർ, അങ്ങനെയുള്ള സന്യാസിമാരുണ്ട്. അപ്പോൾ അവരൊക്കെ അതിൽ നല്ലവരുമുണ്ട്, നല്ലതല്ലാത്ത രീതിയിലുള്ള ആളുകളും കാണും. പക്ഷേ ഞാൻ നല്ല രീതിയിലുള്ള ആത്മീയമായ സിദ്ധന്മാരുടെ കാര്യമാണ് പറയുന്നത്. നന്മ മാത്രം ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ശുദ്ധി അശുദ്ധി, തെറ്റ് ശരി, ഈ ചിന്തകൾക്കിടയിൽ കിടന്നാണ് നമ്മുടെ ജീവിതം മുഴുവൻ കറങ്ങുന്നത്. നമ്മൾക്കൊരു ആ ശുദ്ധി അശുദ്ധി, അല്ലെങ്കിൽ ആ തെറ്റും ശരിയും വലിപ്പച്ചെറുപ്പങ്ങൾ, അല്ലെങ്കിൽ ദ്വന്ദ്ഭാവങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് ശരിക്കും ഈശ്വരാനുഭവം ഉണ്ടാകുന്നത്. അതിപ്പം നമ്മുടെ സാധാരണ ജീവിതത്തിൽ അത് പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ പറ്റുന്ന പോലെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ചൊക്കെ നമ്മുടെ ആ ശുദ്ധി അശുദ്ധി ധാരണകൾ പറ്റുന്ന രീതിയിൽ അതിനെ നമ്മൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കണം. കക്കൂസും കുളിമുറിയും കൂടെ ചേർന്നുള്ളതിൻ്റെ കാര്യം പറഞ്ഞോ. നിങ്ങൾ അത് കുഴപ്പമില്ലെന്ന് വിചാരിച്ചു ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഫലം കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക്. ഇനി കുഴപ്പമുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ട്, ഫലം ഫലിക്കത്തില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾ കുളിമുറി സെപ്പറേറ്റ് ആക്കുക. അതിനുവേണ്ടി പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിന് ശുദ്ധി അശുദ്ധി ചിന്തകളാണ് എല്ലാത്തിനും തടസ്സം എന്നുള്ളതാണ്. അത് നമ്മളെ എപ്പോഴും നമ്മുടെ ആ മനസ്സിൻ്റെ ആ ഒരു ഒരു ബോധത്തെ, ആ ഏകീകൃതമായ ബോധത്തെ ഇല്ലാതാക്കും ശുദ്ധി അശുദ്ധി ചിന്തകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങളൊരു കാര്യം ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ് അത് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അതിനുവേണ്ടി ഞാൻ ത്രൈലിംഗസ്വാമിയുടെ കാര്യം പറഞ്ഞതാണ്. ത്രൈലിംഗസ്വാമി അവധൂതനായിരുന്നു. അദ്ദേഹം ശിവയോഗിയായിരുന്നു. അദ്ദേഹം ഓം നമഃ ശിവായ, അതുപോലെ ശിവഗായത്രി, പിന്നെ നിരവധി വിദ്യകൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് 20 വർഷം എല്ലാം ഉപേക്ഷിച്ച് ഹിമാലയത്തിലല്ല കാശിയിലിരുന്ന് അദ്ദേഹം ആ അവസ്ഥയിൽ എത്തിച്ചേർന്നതാണ്. അപ്പം അവർ കുണ്ടലിനെ അനുഭവിച്ചവർ. അവരൊന്നും ആരോടൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയോ എല്ലായിടത്തും വന്ന് ചുമ്മാ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്തൊന്നുമില്ല. അവരാണ് യഥാർത്ഥ സിദ്ധർ കേട്ടോ. അങ്ങനെയുള്ളവർ. അവർക്കൊന്നും നിങ്ങളെ പഠിപ്പിച്ചു തരാം, ഞാൻ പഠിപ്പിച്ചു തരാം, ഇൻസ്റ്റാൾമെൻ്റായിട്ട് പൈസ ഒന്നുമല്ല. അവർക്ക് അങ്ങനെയുള്ളവരാണ് യഥാർത്ഥമായിട്ടുള്ളത്. പിന്നെ അവർക്ക് കൊടുക്കും. അതായത് പാകമായി, അതായത് യോഗ്യത ഉണ്ടെന്ന് തോന്നുന്ന ശിഷ്യന്മാർക്ക് പറ്റുന്നവർക്ക് ചിലപ്പോൾ അവർ കൊടുക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ അവരതിനെ മാർക്കറ്റ് ചെയ്യുന്നവരല്ല. അവരാണ് യഥാർത്ഥ സിദ്ധന്മാർ. അങ്ങനെയുള്ളവർ ധാരാളം ഇപ്പോഴും ഹിമാലയത്തിൽ നിന്നല്ല പലയിടത്തും കാണും. അപ്പോൾ നമ്മൾക്ക് യോഗ്യത ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള ഗുരു നമ്മളുടെ മുന്നിൽ വന്നോളും. നമ്മൾ അങ്ങോട്ട് ഓരോന്നിനെയും തേടിപ്പോയി തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒന്നും പോയി ചാടരുത് കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ. പിന്നെ ഞാൻ എല്ലാവർക്കും
മഹാഗുരു അഗസ്ത്യരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ ശിവഭഗവാന്റെ അഗസ്ത്യഗുരുവിൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമ ശിവായ. ഓം അഗസ്തേശ്വരായ നമഃ. ഞാൻ അഗസ്ത്യരുടെ ഒരു ഫോട്ടോ ചെയ്യിച്ചായിരുന്നു. ഞാനത് വീഡിയോയുടെ ആദ്യം ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചിരുന്നു. ഞാൻ ജയിച്ച ഒരു ഫോട്ടോയാണ്. അപ്പം വളരെ സന്തോഷം. അഗസ്ത്യരുടെ അനുഗ്രഹം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ആ സന്തോഷം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ശിവോഹം ശിവശിവ. ഓം കൃഷ്ണായ നമഃ.